الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه غفور رحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരികളെ, മനുഷ്യരുടെ, വിശ്വാസികളുടെ പാപമുക്തിക്കും നരകമോചനത്തിനും അവസരമേകിയ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ആരുടെയും സമ്മതത്തിന് കാത്തുനിൽക്കാതെ റമളാൻ അതിന്റെ അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റമളാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളിലാണ് നമ്മളുള്ളത്.
83 വർഷം കൊണ്ട് നേടാൻ കഴിയാത്ത പുണ്യം സ്വന്തമാക്കാൻ കഴിയുന്ന ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ട ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. ഈ റമളാൻ കഴിയുമ്പോഴേക്കും റമളാനിൽ നിന്ന് നമ്മൾ സ്വന്തമാക്കേണ്ടത് അതെന്താണെന്ന് തിരിച്ചു മനസ്സിലാക്കി ദിവസങ്ങൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ്, സമയങ്ങൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ് എന്താണ് റമളാൻ കൊണ്ട് നേടേണ്ടതെന്ന് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അതിനുവേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്തില്ല എങ്കിൽ ഖുർആനിന്റെ അനുയായികളാണെന്ന് അവകാശപ്പെടുന്നതിൽ എന്തർത്ഥമാണ് നമുക്കുള്ളത്? പാപമോചനവും നരകമോചനവുമാണ് റമളാനിന്റെ ആകത്തുക. മൻ അദ്റക റമളാൻ ഫലം യുഅ്ഫർ ഫമതാ. ആയുസ്സിൽ റമളാൻ കിട്ടിയിട്ടും തന്റെ പാപങ്ങളിൽ നിന്ന് മുക്തി നേടാൻ കഴിയാത്ത ആളുകളെ ഫമതാ, ഇനി എന്നാണ് നിങ്ങൾക്ക് അതിന് സാധിക്കുക? ഓരോ ദിവസവും ഒന്നാം ആകാശത്തേക്ക് റബ്ബ് ഇറങ്ങി വന്ന് നമ്മുടെ പാപമുക്തിക്ക് വേണ്ടി, നമ്മുടെ പാപമോചനത്തിന് വേണ്ടി കാതോർത്ത് നിൽക്കുന്ന സമയത്തെ ഗൗനിക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ അത് നമ്മുടെ ആയുസ്സിലെ ഏറ്റവും വലിയ നഷ്ടമാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം. മൻ സാമ റമളാൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഈമാനോടുകൂടിയും പ്രതിഫലം കിട്ടണമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയും പരിശുദ്ധ റമളാനിലെ നോമ്പിനെ സ്വന്തമാക്കിയ ആളുകൾക്ക് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ പാപങ്ങളും ആ നോമ്പ് മുഖേന പൊറുക്കപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത്, നമ്മൾ അശ്രദ്ധയിലേക്കാകരുത്. മഗ്ഫിറത്തിലേക്കാണ് നമ്മൾ മുന്നിട്ട് വരേണ്ടത്. സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അല്ലാഹുവിന്റെ ഭാഗത്തേക്കുള്ള മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ മുന്നേറുക. വജന്ന, സ്വർഗത്തിലേക്കും. അർളു അസ്സമാവാതു വൽ അർള്, ആകാശ ഭൂമിയോളം വിശാലമായി കിടക്കുന്ന സ്വർഗം. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയതാണ്. തെറ്റുകൾ, കുറ്റങ്ങൾ, അപാകതകൾ, പോരായ്മകൾ മനുഷ്യ സഹജമാണ്. തെറ്റിൽ നിന്നും പരിപൂർണമായി മാറി നിൽക്കുവാൻ കഴിയുന്ന പ്രകൃതിയോടുകൂടി അല്ല മനുഷ്യരെ പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പ്രതിപാദിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ ഒരു വാചകം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നു. ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ, നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ് തെറ്റ് ചെയ്യാനുള്ള പ്രേരണ നൽകിക്കൊണ്ടിരിക്കുന്നു. അവസരം കിട്ടിയാൽ, സന്ദർഭം കിട്ടിയാൽ, സാഹചര്യം കിട്ടിയാൽ, ഏകനായിരുന്നാൽ, ആൾക്കൂട്ടത്തിലായാൽ, കമ്പനിയായാൽ, തെറ്റ് ചെയ്യാവുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ചെയ്യാവുന്ന പ്രകൃതിയോട് കൂടിയാണ് മനുഷ്യവർഗത്തെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. കുല്ലു ബിനു ആദമു ഖതാഉൻ, ആദമിന്റെ സർവ്വ മക്കളും പാപികളാണ്. വഖൈറുൽ ഖതാഊന അത്തൗവാബൂൻ, പാപം ചെയ്യുന്ന ആദമിന്റെ മക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ, തെറ്റിൽ നിന്നും മുക്തി നേടുന്ന, പാപമോചനം തേടുന്ന, തെറ്റിൽ നിന്ന് മടങ്ങി വരുന്ന, തൗബ ചെയ്യുന്ന ആളുകളാണ് എന്ന്
വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. തൗബയാണ് നടക്കേണ്ടത്. ആത്മാർത്ഥമായ തൗബയായിരിക്കണം. അള്ളാഹു സ്വീകരിക്കുന്ന തൗബയായിരിക്കണം. നമ്മൾ കൈയുയർത്തി നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ തെറ്റുകൾ റബ്ബിനോട് ഏറ്റുപറയുമ്പോൾ അത് സ്വീകരിക്കണമെങ്കിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ, സ്വീകാര്യയോഗ്യമായ തൗബ നിങ്ങൾ ചെയ്യണം വിശ്വാസികളെ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. തെറ്റിൽ നിന്നും പാപങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ച് തിരിച്ചു വരണം. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു യാത്രയിലൂടെ നീങ്ങുമ്പോൾ നമ്മുടെ വഴി തെറ്റിയിട്ടുണ്ട്, റൂട്ട് മാറിപ്പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയാൽ സഹോദരങ്ങളെ നമ്മൾ എന്താണ് ചെയ്യുക? തിരിച്ചു വരും. തെറ്റിപ്പോയ വഴിയിൽ നിന്നും നമുക്ക് പോകേണ്ട റൂട്ടിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ അപാകതകളും പോരായ്മകളും അവിഹിതങ്ങളും അന്യായങ്ങളും അതിക്രമങ്ങളും വന്നു കഴിഞ്ഞാൽ അതിൽ തിരിച്ചു വരണം. അതാണ് തൗബ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾ ചെയ്ത ഒരാൾ ആ തെറ്റിൽ നിന്ന് തിരിച്ചു വരിക എന്നത് അള്ളാഹുവിന് ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ലില്ലാഹി അശദ്ദു ഫർഅൻ ബിതൗബതി അബ്ദിഹി മുഅ്മിൻ. ഒരു വിശ്വാസിയായ ഒരാളുടെ തൗബയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സന്തുഷ്ടനാണ്, സന്തോഷമുള്ളവനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനുണ്ടാകുന്ന സന്തോഷം എന്താണെന്ന് വിശദീകരിച്ചു തരികയാണ്. വിജനമായി കിടക്കുന്ന മരുഭൂമിയിലെ ഏകനായി ഒട്ടകപ്പുറത്ത് നീങ്ങുന്ന ഒരാൾ ആ ഒട്ടകത്തിന്റെ മുകളിലാണ്. കൂടെ ഒട്ടകമുണ്ട്. അവന് കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണവും ആ ഒട്ടകത്തിനാണുള്ളത്. ഒട്ടകത്തിൽ ബന്ധിച്ചുകൊണ്ട് ഭക്ഷണവും പാനീയവും ഒട്ടകത്തിന്റെ കൂടെയാണ്. അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം കുറച്ചു നേരം വിശ്രമിക്കാൻ വേണ്ടി ആ യാത്രക്കിടയിൽ സമയം കണ്ടെത്തുമ്പോൾ ഒന്ന് മയങ്ങിപ്പോയി. ഉറക്കമുണർന്നു നോക്കുമ്പോൾ തന്റെ യാത്രാ വാഹനമില്ല. തനിക്ക് കുടിക്കാനുള്ള വെള്ളം അതിന്റെ മുകളിലാണ്. തനിക്ക് കഴിക്കാനുള്ള ഭക്ഷണവും അതിന്റെ മുകളിലാണ്. ഘോരമായ വിജനമായി കിടക്കുന്ന മരുഭൂമിയിലൂടെ നാനാദിക്കിലൂടെയും തന്റെ ഒട്ടകത്തെ അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം നടന്നെങ്കിലും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. വിളിച്ചാൽ ആരുമില്ലാത്ത സ്ഥലമാണ്. ആൾ പെരുമാറ്റമില്ലാത്ത ആ മരുഭൂമിയിൽ അദ്ദേഹം മരണം മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം കിടക്കുകയാണ്. ഒരു രക്ഷയുമില്ല. ഒരടി മുന്നോട്ട് പോകാനുള്ള പ്രാണിയില്ല. കുടിക്കാൻ വെള്ളമില്ല. കഴിക്കാൻ ഭക്ഷണമില്ല. സഹായിക്കാൻ ആരുമില്ല. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആ മരുഭൂമിയിൽ ഞാൻ മരിക്കുന്നത് വരെ ഉറങ്ങുകയാണെന്ന് കൽപ്പിച്ചുകൊണ്ട് കിടക്കുന്ന അദ്ദേഹം ഒന്ന് ഉണരുമ്പോൾ തന്റെ നഷ്ടപ്പെട്ടു പോയ ഒട്ടകത്തെ മുമ്പിൽ കാണുമ്പോൾ അയാൾക്കുണ്ടാകുന്ന സന്തോഷമുണ്ട്. ജീവിതം നഷ്ടപ്പെട്ടു, ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഉറപ്പിച്ച രംഗത്ത് തന്റെ ഒട്ടകത്തെ കിട്ടുമ്പോൾ ആ മരുഭൂമിയിലൂടെ സഞ്ചരിച്ച ഒരാൾക്കുണ്ടാകുന്ന സന്തോഷത്തെക്കാളും തെറ്റ് ചെയ്ത, കുറ്റം ചെയ്ത, അപാകത ചെയ്ത, ശിർക്ക് ചെയ്ത, വിദ്യാർത്ഥി ചെയ്ത, അന്യായം ചെയ്ത, തോന്നിവാസം ചെയ്ത, അശ്ലീല ആഭാസങ്ങൾ ചെയ്ത ആളുകൾ തിരിച്ചു വരിക എന്നത് പടച്ച തമ്പുരാന് വളരെ ഇഷ്ടമാണ്. തെറ്റുകളും കുറ്റങ്ങളും അപാകതകളും പോരായ്മകളും മാത്രം ചെയ്ത തന്റെ ദാസന്മാരെ അള്ളാഹുവിന്റെ സ്നേഹത്തോടുകൂടിയുള്ള വിളി നമ്മൾ ശ്രദ്ധിക്കണം.
കുൽ പ്രവാചകരെ പറയൂ, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് പാപങ്ങൾ അതിരുവിട്ട് പാപങ്ങൾ ചെയ്ത എന്റെ അടിയാറുകളോട് പറഞ്ഞു കൊടുക്കണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ചും നിങ്ങൾ നിരാശപ്പെടരുത്. എത്ര കാലം തെറ്റ് ചെയ്തില്ലേ, ഇത് നന്നായ ശരിയാവൂല എന്ന് ഒരിക്കലും തെറ്റ് ചെയ്തവന് തോന്നാൻ പാടില്ല. തെറ്റുകളിലും കുറ്റങ്ങളിലും അമിതമായി അതിര് കവിഞ്ഞ എന്റെ ദാസന്മാരോട് പ്രവാചകരെ അങ്ങ് പറയണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശപ്പെടാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിങ്ങൾ ചെയ്ത സകല തെറ്റുകളും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. ഇന്നഹു ഗഫൂറുർ റഹീം, എല്ലാ തെറ്റുകൾ പുറത്തു തരുന്നവനും റഹ്മത്ത് കാണിക്കുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് സഹോദരങ്ങളെ, പാപികളായ തെറ്റുകൾ ചെയ്ത ആളുകളുടെ മനസ്സിൽ ഒരു നിരാശ ഉണ്ടാകാൻ പാടില്ല. സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ വിളിയാണ് അല്ലാഹുവിന്റെ അടുക്കല. ആകാശത്തിന്റെ മേഘത്തോളം ഭൂമി നിറയെ പാപങ്ങളുമായി ഒരാൾ ആത്മാർത്ഥമായി തൗബ ചെയ്യുകയാണെങ്കിൽ ആ ഭൂമിയോളം ആ ആകാശത്തോളം തൗബയുമായി ഇസ്തിഗ്ഫാറുമായി റബ്ബ് നിങ്ങളെ സ്വീകരിക്കുമെന്ന് വിശുദ്ധ വചനങ്ങൾ പഠിപ്പിക്കുകയാണ്. നബ്ബി ഇബാദി, എന്റെ അടിമകളെ നിങ്ങൾ അറിയിക്കണം, അന്നീ അന ഗഫൂറുർ റഹീം, ഞാൻ എല്ലാ തെറ്റുകളും പൊറുക്കുന്നവനാണ്, കാരുണ്യവനാണെന്ന് അങ്ങ് പറഞ്ഞു കൊടുക്കണം. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയണം, വഅന്ന അസാബി ഹുവൽ അസാബ്, എന്റെ ശിക്ഷയാണ് യഥാർത്ഥ ശിക്ഷ, എന്റെ യാതനയാണ് യഥാർത്ഥ യാതന എന്നുകൂടി എന്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ആളുകൾ, കാരുണ്യത്തിനപ്പുറം അല്ലാഹുവിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന തോന്നിവാസികളായ ആളുകൾക്ക് ശിക്ഷയുണ്ട് എന്നും പ്രവാചകരെ അങ്ങ് പറഞ്ഞു കൊടുക്കണമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചെയ്തു പോയത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ആ തെറ്റിൽ അടിയുറച്ചു നിൽക്കാനാകില്ല. വിശ്വാസികളെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ വസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ, അവരൊരു നെറികേട് ചെയ്താൽ, ഒരു നീചകർമ്മം ചെയ്താൽ, അള്ളാഹനെ ഓർത്തുപോയി, അള്ളാന്റെ മുമ്പിൽ വെച്ചുകൊണ്ട്, അള്ളാന്റെ കോട്ടിൽ വെച്ചുകൊണ്ട് ഞാൻ എന്ത് മറുപടി പറയുമെന്നുള്ള ബോധോദയം തെറ്റ് ചെയ്തതിനു ശേഷം അവരുണ്ടായി. അവലമൂഅൻഫുസഹും, അതല്ലെങ്കിൽ അവനോട് തന്നെ അന്യായം ചെയ്തു. അവിടെ തെറ്റിന് പാപമോചനം ചെയ്യുന്നവരാണ്. പടച്ച തമ്പുരാനല്ലാതെ നിങ്ങളുടെ തെറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ നൽകാൻ, തൗബ സ്വീകരിക്കാൻ മറ്റാരുണ്ടോ എന്ന് ഖുർആൻ ചോദിക്കുക. അള്ളാഹിനോടാ പറയേണ്ടത്. സങ്കടങ്ങൾ പറയണം, പ്രയാസങ്ങൾ പറയണം, പാപങ്ങൾ ഏറ്റു പറയണം. അള്ളാഹിനോട് പറയാവൂ. ഒരു പടപ്പിനോടും പറയരുത്, പ്രവാചകന്മാരോട് പറയരുത്. ഔലിയാക്കന്മാരായാലും അമ്പിയാക്കന്മാരായാലും സലഫുകളായാലും സ്വാലിഹീങ്ങളായാലും തെറ്റുകൾ ഏറ്റു പറയേണ്ടത് അള്ളാഹിനോട് മാത്രം. മൗലൂദിന്റെ വരികളിൽ ചൊല്ലിക്കൊണ്ട് കേട്ടിരിക്കുന്ന വാചകത്തിന്റെ ആശയം എന്താണ് എന്ന് ചൊല്ലുന്ന ആൾക്കോ കൈമടക്കി കൊടുക്കുന്ന ആളുകൾക്കോ സംഭാവന കൊടുക്കുന്ന ആളുകൾക്കോ അറിയില്ല. പ്രവാചകന്റെ പേര് വിളിച്ചുകൊണ്ട് പറയുന്നു,
ഇർതകബ്തു അലൽ ഖതാ, കുറ്റമെന്ന വാഹനത്തിലൂടെ അറ്റമില്ലാതെ ഞാൻ യാത്ര പോകുന്നു. എല്ലാ തെറ്റുകളും പുറത്തുകൊണ്ട പ്രവാചകരെ, അങ്ങയോട് ഞാനിതാ ആവലാതിപ്പെടുന്നു. അള്ളാഹു പൊറുക്കില്ലത്, അള്ളാഹന്റെ പ്രവാചകൻ പൊറുക്കില്ല. ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആണിക്കല്ലിലാണ് ഇവർ എതിര് പ്രവർത്തിക്കുന്നത്. തെറ്റുകൾ ചെയ്താൽ, കുറ്റങ്ങൾ ചെയ്താൽ, പാപങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച അല്ലാഹുവിനോട് റബ്ബനാ വലംനാ അൻഫുസനാ വല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ച തമ്പുരാനെ, ഞങ്ങളോട് തന്നെ ഇതാ അന്യായം പ്രവർത്തിച്ചിരിക്കുന്നു. നീ ഞങ്ങൾക്ക് പുറത്തു തരികയും ഞങ്ങളോട് നീ കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ജനവിഭാഗത്തിൽ ഞങ്ങൾ ഉൾപ്പെടുമെന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹവ്വ അലൈഹി സ്വലാത്തു വസ്സലാമയും പ്രാർത്ഥിച്ച അതേ അല്ലാഹ്, ആ അല്ലാഹുവിനോട് മാത്രമേ നമ്മൾ ഇസ്തിഗ്ഫാറിന് വേണ്ടി തേടാവൂ. തങ്ങളായാലും മുനിയായാലും മഹർഷിയായാലും ബീബിയായാലും ഔലിയാക്കന്മാരായാലും അവർക്കൊന്നും ഇതിനുള്ള അധികാരമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. തൗബ സ്വീകരിക്കണമെങ്കിൽ അല്ലാഹുവിനോട് നമ്മൾ കുറ്റങ്ങൾ ഏറ്റുപറയണം. ഓരോ ദിവസവും രാത്രിയുടെ 1/3 ബാക്കിയുണ്ടാകുമ്പോൾ 1-ാം ആകാശത്തേക്ക് അല്ലാഹു ഇറങ്ങി വരുമെന്ന് ഖുദ്സിയായ ഹദീസ്. എന്താണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ വാക്കുകളാണ്. മറ്റ് റസൂലിന്റെ വാക്കായിരിക്കും മറ്റുള്ള ഹദീസ്. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ ആ ഹദീസിന്റെ വാക്കുകളും ആ ഹദീസിന്റെ ആശയവും അല്ലാഹുവിന്റേതാണ്. സാധാരണ ഹദീസ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ആശയവും പ്രവാചകന്റെ വാക്കുകളുമാണ്. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അതാ. ആ ഖുദ്സിയായ ഹദീസിൽ പറയുന്നു, യതനസ്സലു റബ്ബുനാ തബാറക വ തആല, അല്ലാഹു തആല ഓരോ ദിവസവും ഇറങ്ങി വരും. കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ, 1-ാം ആകാശത്തേക്ക് ഓരോ ദിവസവും അല്ലാഹു ഇറങ്ങി വരും. ഹീന യബ്കാ സുൽസുൽ ലൈൽ, ലൈലിൽ ആഖിരി, അവസാനത്തെ 1/3 രാത്രിയുടെ ബാക്കിയുള്ള ആ സമയം, സുബഹിയോടടുത്ത അത്താഴം കഴിക്കുന്ന നേരമില്ലേ, അവസാനത്തെ 1/3 ആ സമയത്ത് അല്ലാഹു ഓരോ ദിവസവും 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. ഫയഖൂലു, എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, മൻ യദഊനി ഫഅസ്തജിബ് ലഹു, എന്നോട് തേടുന്നവൻ ആരുണ്ട് അവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരമേകുമെന്ന് അല്ലാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നോട് തേടുന്നവൻ, എന്നോട് ചോദിക്കുന്നവൻ ആരുണ്ട്, അവന് ചോദിച്ചത് ഞാൻ നൽകുമെന്ന് അല്ലാഹു പറയുന്നു. മൻ യസ്അൽനി, എന്താണ് എന്നോട് ആവശ്യപ്പെടുന്നത്? എന്ത് മുറാദുകളാണ് ഹാസിലാകാനുള്ളത്? കുട്ടികൾ വേണോ? ബിസിനസിൽ ഉയർച്ച വേണോ? പുരോഗതി വേണോ? ആരോഗ്യം വേണോ? കുടുംബം വേണോ? മക്കളെ വേണോ? എന്ത് ആവശ്യങ്ങളായാലും എന്ത് മുറാദുകളായാലും നിങ്ങൾ ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് തരും. ആരാ പറഞ്ഞത്? പടച്ചോനാ പറഞ്ഞത്. എന്നോട് ചോദിച്ചോളി, ഞാൻ നിങ്ങൾക്ക് തരും. മയ്യത്തഅ്ജിറൂനി, ആരുണ്ട് തെറ്റുകളിൽ നിന്ന് എന്നോട് ഇസ്തിഗ്ഫാർ നടത്തുന്നത്? ഫഉഫിറ ലഹു, അവന്റെ സകല പാപങ്ങളും ഞാൻ പുറത്തു തരുമെന്ന് ഓരോ ദിവസവും രാത്രിയുടെ അവസാനത്തെ 1/3 ബാക്കിയുണ്ടാകുമ്പോൾ 1-ാം ആകാശത്തേക്ക് ഇറങ്ങിവെന്ന് അല്ലാഹു ചോദിക്കുമ്പോൾ നമ്മിൽ എത്ര ആളുകൾക്ക് അള്ളാന്റെ മുമ്പിലൊന്നിരുന്ന്, അള്ളാന്റെ മുമ്പിലൊന്ന് സുജൂദിൽ കിടന്ന് നമ്മുടെ തെറ്റുകളൊന്ന് ഏറ്റുപറയാൻ, നമ്മുടെ പാപമുക്തി നേടാൻ, നമ്മുടെ മുറാദുകളൊന്ന് പറയാൻ സഹോദരങ്ങളെ നമുക്കായിട്ടുണ്ടോ? റമദാൻ നമ്മിൽ നിന്ന് മാഞ്ഞുകൊണ്ടിരിക്കുന്നു, ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ റമദാൻ കൊണ്ട് നേടേണ്ട മാഗ്ഫിറത്ത് നേടാതെ പോയെങ്കിൽ നമ്മളായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദൗർഭാഗ്യന്മാർ. സഹോദരങ്ങളെ, ഇനിയുള്ള ദിവസങ്ങൾ പാഴാക്കല്ലേ. റമദാനിന്റെ തുടക്കത്തിൽ നമ്മൾ കാണിച്ച ആവേശം ചോർന്നു പോയില്ലേ? ജമാഅത്തുകളിൽ ആളുകൾ കുറഞ്ഞില്ലേ? തറാവീകളിൽ ആളുകൾ കുറഞ്ഞില്ലേ? ശ്രദ്ധ മാറിയില്ലേ? തുണിമുപ്പായം എടുക്കാനുള്ള ശ്രദ്ധയിലേക്ക് പോയില്ലേ? പെരുന്നാൾ ആഘോഷിക്കുന്ന പള്ളിയിലേക്ക് വരാത്ത
നമ്മുടെ മക്കളില്, ന്യൂജൻ മക്കളില് ഫുൾ ജാർ സോഡയ്ക്ക് വേണ്ടി, അതല്ലെങ്കിൽ പാനീയങ്ങൾക്ക് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി തെരുവോരങ്ങളിൽ അലങ്കാരത്തിന്റെ ബൾബിന് താഴെ അവർ കാത്തിരിക്കുകയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയും മലായികത്തുകളും അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന ആളുകൾക്ക് വേണ്ടി റഹ്മത്ത് ചൊരിയാൻ വരുമ്പോൾ നമ്മളെ മക്കളെവിടെ? നമ്മുടെ കുട്ടികളെവിടെ? നമ്മുടെ ജനറേഷനെവിടെ? നമ്മുടെ കുടുംബം എവിടെ? പള്ളിയിലൊന്ന് കുറച്ചു നേരം എഴുതിക്കാതിരിക്കാൻ നമ്മുടെ മനസ്സ് സമ്മതിച്ചോ? അടുത്ത റമദാൻ കിട്ടുമെന്ന് നമ്മിൽ എത്ര ആളുകൾക്ക് ഉറപ്പിക്കാനാകും? സഹോദരങ്ങളെ, ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ നമ്മോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദുൽമാണ്, അക്രമമാണ്, അന്യായമാണ്, അനീതിയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചു മനസ്സിലാക്കുക. എന്റെ നന്മയ്ക്ക് വേണ്ടി ഒരാളെയും ബോധ്യപ്പെടുത്താനല്ല. അള്ളാഹു തൗബ സ്വീകരിക്കണമെങ്കിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. ചെട്ടികളുമായി ബന്ധപ്പെട്ട കേസുകളാണ്. ആരാന്റെ ഭൂമി അന്യായമായി തട്ടിയെടുത്തു, ആരാന്റെ മുതൽ സ്വന്തമാക്കി പടച്ചവനോട് തേടിയിട്ട് കാര്യമില്ല, പടച്ചവനോട് ഇസ്തിഗ്ഫാർ നടത്തിയിട്ട് കാര്യമില്ല. തിരിച്ചു കൊടുക്കണം, കട്ടത് കൊടുക്കണം, പിടിച്ചു പറിച്ചത് കൊടുക്കണം, അന്യായമായി വാങ്ങിയത് കൊടുക്കണം, സ്ത്രീധനം തിരിച്ചു കൊടുക്കണം. സ്ത്രീധനം ഇസ്ലാമിലില്ല. അല്ലെങ്കിൽ പൊരുത്തപ്പെടിക്കണം. പൊരുത്തപ്പെടിച്ചില്ലെങ്കിൽ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനയാണ് തട്ടിമാറ്റുക. കല്യാണം കഴിക്കുന്ന പെണ്ണിന് അങ്ങോട്ടാണ് മഹർ കൊടുക്കേണ്ടത്, ഇങ്ങോട്ട് കണ്ടീഷൻ വെച്ചുകൊണ്ട് വാങ്ങുന്നത് അതീതമാണ്, അന്യായമാണ്, ഹറാമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ? തിരിച്ചറിഞ്ഞെങ്കിൽ തിരിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ തിരിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ അമ്മോത്തിന്റെ അടുത്ത് പോയി പൊരുത്തപ്പെടിക്കണം. ഇല്ലെങ്കിൽ റബ്ബ് സ്വീകരിക്കൂല. കരിഞ്ചന്തയാകട്ടെ, വെട്ടിപ്പാകട്ടെ, തട്ടിപ്പാകട്ടെ, ചതിയാകട്ടെ, കാപട്യമാകട്ടെ, എന്തുമാകട്ടെ, അത് തിരിച്ചു കൊടുക്കാതെ എത്ര കരഞ്ഞാലും അല്ലാഹു നമ്മുടെ തൗബ സ്വീകരിക്കില്ല. ഭൂമി വളച്ചു കെട്ടി ആരാന്റെ ഭൂമി നമ്മുടെ ഭൂമിയോട് സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ശരിയാക്കാതെ അതൊന്ന് തിരിച്ചു കൊടുക്ക്. എന്നിട്ടാകട്ടെ തൗബ. അനർഹമായത് തിരിച്ചു കൊടുക്കണം. വ്യക്തികളോട് അയാളുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കഅബാലയത്തിനേക്കാളും പരിശുദ്ധമായി കിടക്കുന്നു ഒരു വിശ്വാസിയുടെ അഭിമാനം. ആ കഅബാലയത്തെ തകർത്തതിന് തുല്യമാണ് ഒരു വ്യക്തിയുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ, യൂട്യൂബിലൂടെ ഒരാളുടെ അഭിമാനത്തിന് വല്ല ക്ഷതവും നമ്മളാൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാളോട് ക്ഷമ ചോദിച്ചേ പറ്റൂ. തൗബ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ശഅദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ അല്ലാഹുവിനോട് തേടിയിട്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് ജവാബ് കിട്ടുന്നില്ല, ഉത്തരം കിട്ടുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ സഅദ് അസിബു മത്അമക തകുൻ മുസ്തജാബു ദഅവ. സഅദേ, നീ കഴിക്കുന്ന ഭക്ഷണം ഹലാലാക്കി മാറ്റ്, കുറ്റമറ്റതാക്കി മാറ്റ്, അർഹതയുള്ള ഭക്ഷണമാക്കി മാറ്റ്. തകുൻ മുസ്തജാബു ദഅവ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. തിന്നുന്നത് ഹലാലാകണം, ഉടുക്കുന്നത് ഹലാലാകണം, ഉപയോഗിക്കുന്നത് ഹലാലാകണം. ഇമാം നബവി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഒരു സുദീർഘമായ ഹദീസിൽ കാണാം, യാത്രക്കാരന്റെ പ്രാർത്ഥന അല്ലാഹു ഒരിക്കലും തട്ടില്ല. പക്ഷെ അദ്ദേഹം കൈകൾ ആകാശത്തേക്ക് ഉയർത്തി യാ റബ്ബ്, യാ റബ്ബ്, യാ റബ്ബ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ ഓരോന്നായി റബ്ബിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മത്അമുഹു ഹറാം, അവന്റെ ഭക്ഷണം ഹറാമാണ്. വമശ്റബുഹു ഹറാം, അവൻ കുടിച്ച വെള്ളമില്ലേ അത് ഹറാമാണ്. ബിൽ ഹറാമി, അവൻ ഹറാമിൽ മാത്രമാണ് വളരുന്നത്. ഫന്നാ യുസ്തജാബു ലഹു, അവന്റെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെ റബ്ബ് ഉത്തരം നൽകും? ഹറാം കൊണ്ട് തടിച്ചു വീർത്ത ശരീരമില്ലേ, നമ്മുടെ സിരയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ബ്ലഡില്ലേ, ഈ ബ്ലഡ് ഹലാലാണോ? ഹറാം കടർന്നിട്ടുണ്ടോ? കടർന്നിട്ടുണ്ടെങ്കിൽ ഫന്നാറു ഔലാദിഹി, ഈ ശരീരത്തിന്റെ ഉടമ നരകമാണ്.
ഹറാമ് കൊണ്ട് തടിച്ചു വീർത്ത ശരീരത്തിന്റെ ഉടമ നരകമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്താ നമ്മൾ പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടാത്തത്? എന്തെല്ലാം കാര്യങ്ങൾ റബ്ബിനോട് നമ്മൾ പറയുന്നു, എന്തുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ല? അതിന് മറുപടി നമ്മുടെ ജീവിതമാണ്. ഹലാലായതാണോ നമ്മൾ കഴിക്കുന്നത്? ഹലാലായതാണോ നമ്മൾ ഉപയോഗിക്കുന്നത്? ഉത്തരം കണ്ടെത്തുക, തിരിച്ചു കൊടുക്കാൻ പറ്റും തിരിച്ചു കൊടുക്കുക. നാളെ പരലോകത്തെത്തിയാൽ ഓരോന്നിനായി മറുപടി പറയേണ്ടി വരും. മീൻ അയിന ഇഷ്ടത്തവോ, എവിടുന്ന് കിട്ടിയടോ നിനക്ക് മുതല്? മഹിമാ അൻപത്തവോ, എവിടെ ചെലവാക്കിയെന്ന് ആദമിന്റെ ഓരോ മകനും അള്ളാന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കാതെ ഒരൊറ്റ സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാനാകില്ല. ഇപ്പൊ നമ്മക്കത് കഴിയും തിരിച്ചു കൊടുക്കാനും. മരണം തൊണ്ടക്കുഴിയിലെത്തിയാൽ നമ്മളെ നിയന്ത്രണത്തിലല്ല. സക്കാത്ത് പോലും കൃത്യമായിട്ട് കൊടുക്കാതെ, പള്ളിക്ക് നിശ്ചയിച്ച വരിസംഖ്യ പോലും കൃത്യമായി കൊടുക്കാതെ, ദീനി ദഅവാ പ്രവർത്തനങ്ങളിൽ കണ്ണികളാകാതെ എങ്ങട്ടാണ് ഈ മുതൽ കൊണ്ടുപോകും? നമ്മള് പള്ളോട്ട് കൊണ്ടാൻ പറ്റുമോ? ഒരു മയ്യത്തിന് അഹിലും മാലും അമലും അനുഗമിക്കുന്ന, അഹിലും മാലും അമലും, അഹിലും മാലും കബറ് വരെ ഉണ്ടാവും. അവിടുന്ന് അങ്ങോട്ട് അമല് മാത്രമേ ഉണ്ടാവുള്ളൂ, അമല് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ അധ്വാനിച്ച് ചോര നീരാക്കി ഉണ്ടാക്കിയ സമ്പാദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ സമ്പാദ്യം നമ്മുടേതാക്കി മാറ്റുക. നമ്മൾ തിന്നതാണ് നമ്മളെ മുതല്, നമ്മൾ ഉടുത്ത് ദ്രവിച്ചത് നമ്മളെ മുതല, നമ്മൾ കൊടുത്ത് സ്വതക്കത്തും ജാരിയാക്കിയത് നമ്മളെ മുതല. ഇതിനപ്പുറത്തുള്ള മുതല് നമ്മൾക്കല്ല. ഈ ഓർമ്മ, ഈ ബോധം ഒക്കെ ഉണ്ടോ? പള്ളിക്ക് എങ്ങനെ ആ ബക്കറ്റ് ഇങ്ങനെ ഇടുമ്പോൾ ഏറ്റവും വേണ്ടാത്ത ഏറ്റവും ചെറിയ നോട്ടിടുമ്പോ നമ്മൾ ആലോചിക്കുന്നില്ല, ഇതേ ബാക്കി ഉണ്ടാവുള്ളൂ, ഇതേ ബാക്കി ഉണ്ടാവുള്ളൂ. ഒരാടിനെ അറുത്ത് അതിന്റെ മാംസം മുഴുവൻ വിതരണം ചെയ്ത് അവസാനമായി ആടിന്റെ കുളമ്പ് മാത്രം ബാക്കിയായപ്പോൾ ആയിഷ ബിബി പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, ആടിന്റെ കുളമ്പ് ബാക്കിയായി. അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞു, ആയിഷ അങ്ങനല്ല പറയേണ്ടത്, ആടിന്റെ കുളമ്പല്ലാത്തത് മുഴുവൻ നാളേക്ക് വേണ്ടി ബാക്കിയായി. പരലോക ബോധമുള്ള, സ്വർഗ നരകത്തെ സംബന്ധിച്ച് ബോധമുള്ള ഒരാൾക്ക് ഇത് ചെയ്യാൻ കഴിയൂ. സ്വർഗം കിട്ടണമെങ്കിലുള്ള രണ്ട് ഡിമാൻഡ് അതറികള്. അള്ളാന്റെ മുമ്പിലുള്ള നൃത്തത്തെ ഭയപ്പെടുക, സ്വന്തം താല്പര്യങ്ങളെക്കാളും അള്ളാഹുവിന്റെ നിയമങ്ങളും പ്രവാചകന്റെ നിർദ്ദേശങ്ങളും പാലിക്കുക. ജന്നത്തയിൽ മടങ്ങിച്ചെല്ലാനുള്ള സ്ഥലം സ്വർഗാണെന്നാണ്. തൗബ സ്വീകരിക്കണമെങ്കിൽ 5 ഡിമാൻഡുകളുണ്ട്. അനർഹമായത് കൊടുക്കാനൊക്കെ പറഞ്ഞല്ലോ. അതിന് പുറമെ 1 ഇഖ്ലാസ് വേണം. മനസ്സറിയാതെ നാവുകൊണ്ട് ഉച്ചരിക്കുന്ന പദങ്ങൾക്ക് യാതൊരു അർത്ഥവുമില്ല. ഏതെങ്കിലും ഉസ്താദ് ചെല്ലുന്ന വാചകങ്ങൾക്ക് ആമീൻ പറഞ്ഞു എന്നതുകൊണ്ടും തൗബയാവില്ല. മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് നിർഗളിക്കുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന ആയിരിക്കണം തൗബ. ഒരാളെ കാണിക്കാനല്ല. ഒഴിഞ്ഞിരുന്ന് പടച്ച തമ്പുരാനെ ഓർത്ത് ഇരു കണ്ണുകളും കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് തൗബ ചെയ്യണം. മനസ്സാന്നിധ്യമില്ലാത്ത തൗബ നമുക്കൊക്കെ, ഖുശൂഇല്ലാത്ത തൗബ നമുക്ക്. ഇഖ്ലാസ് വേണം. രണ്ടാമത് അന്നദമു, ഖേദം വേണം. സംഭവിച്ചു പോയി, ശിർക്ക് കുറെ ചെയ്തു പോയി, വിദഅത്ത് ചെയ്തു പോയി. സുന്നത്ത് ജമാഅത്താണ്, സുന്നിയാണ് ഏറ്റവും വലിയ ആദർശമെന്ന് മനസ്സിലാക്കി അതിന്റെ പിന്നിൽ പോയി കുറെ ശിർക്ക് ചെയ്തു, കുറെ വിദഅത്ത് ചെയ്തു, കുറെ മാമൂലികൾ ചെയ്തു. അത് തെറ്റാണെന്നുള്ള ഖേദം വേണം. തിരിച്ചു പോകരുത്.
മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്ന ഒരാള്, ആദർശം മനസ്സിലാക്കിയ ഒരാള് തിരിച്ചു പോകില്ല. പെണ്ണെട്ടാൻ വന്നവര് പോകും, പൈസ കണ്ടുവന്നവര് പോകും, അധികാരം കണ്ടുവന്നവര് പോകും. അല്ലാത്ത ആദർശം മനസ്സിലാക്കിയ ഒരാള് കടുക് മണിയോണം പിറകോട്ട് പോകാൻ കഴിയില്ല. മൂന്നാമതായി ആ തെറ്റിൽ നിന്ന് പരിപൂർണമായി മാറിക്കണം. ഞാൻ കള്ളുടിച്ചിട്ടുണ്ട്, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, ഞാൻ തോന്നിവാസം ചെയ്തിട്ടുണ്ട്, അതിങ്ങനെ ചെയ്യാം. കാക്ക തോവാകരുത്. കാക്ക ഇങ്ങനെ ഒറ്റും ചെയ്യും, ചുണ്ടിങ്ങനെ എപ്പോഴും തുറക്കും ചെയ്യും. ആദ്യമായിട്ട് ചെയ്യേണ്ടത് കള്ളുകുടി നിർത്തട്ടെ, വ്യഭിചാരം നിർത്തട്ടെ, പലിശ നിർത്തട്ടെ, തോന്നിവാസം നിർത്തട്ടെ, അശ്ലീല ആഭാസങ്ങൾ നിർത്തട്ടെ. എന്നിട്ടായിരിക്കണം തൗബ. അതാണ് മൂന്നാമത് ചെയ്യേണ്ടത്. നാലാമത് അൽ അസ്മു അലാ അല്ലാ തഊദ ഇലൈഹി. ഇനി വീണ്ടും അതിലേക്ക് തിരിച്ചു പോകൂല. കള്ളിലേക്ക് പോകൂല, കഞ്ചാവിലേക്ക് പോകൂല, വ്യഭിചാരത്തിലേക്ക് പോകൂല, തോന്നിവാസങ്ങളിലേക്ക് പോകൂല, അശ്ലീലങ്ങളിലേക്ക് പോകൂല എന്നുള്ള ഒരു ചിന്താഗതി എന്താണ് നാലാമത്. 5 മരിക്കുന്നതിന് മുന്നേ ചെയ്യണം തൗബ. മരണം തൊണ്ടകൂടി എത്തി കഴിഞ്ഞാൽ തൗബ സ്വീകരിക്കൂല. മരിച്ചെന്ന് ഉറപ്പായിട്ടുള്ള എല്ലാ അങ്ങോട്ട് കൊടുത്ത് അവിടെ സ്വതക്കാക്കി ഇവിടെ ജാരിയാക്കി ഒരു കാര്യമില്ല. ഫറോവ ചക്രവർത്തിയുടെ ഡെഡ് ബോഡി ഈജിപ്തിലെ കൈറോ മ്യൂസിയത്തിൽ ഉണ്ടാകുമ്പോൾ സ്വീകരിക്കപ്പെടാത്ത തൗബയുടെ പ്രതീകമാണ് ഫറോവ. മൂസാ നബി വിളിച്ചു, തൗഹീദ് പറഞ്ഞുകൊടുത്ത് സ്വീകരിച്ചില്ല, നാടുകടത്തി. അവസാനം ചെങ്കടലിൽ ഫറോവയും ഫറോവയുടെ സൈന്യവും മുങ്ങിത്താവുകയാണ്. പള്ള നിറച്ച് വെള്ളം കുടിച്ച് ബോധം വന്നു. മൂസാ നബിയും ഇസ്രായേൽ മക്കളും വിശ്വസിച്ച ഏകനായ റബ്ബിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു, വഅന മിനൽ മുസ്ലിമീൻ, ഞാനും മുസ്ലിമാണ് എന്ന് ഫറോ പറഞ്ഞു. സ്വീകരിച്ചോ? എന്താ കാരണം? തൊണ്ടകൂടി എത്തുന്ന വരെ കാത്തിക്കാൻ പാടില്ല തൗബ. തെറ്റാണെന്ന് ബോധ്യപ്പെട്ട ഉടനെ പശ്ചാത്തലം മടങ്ങണം. സ്വീകരിക്കപ്പെടുന്ന തൗബയാണ് ആദനബിന്റെ തൗബ. കഴിക്കണ്ടെന്ന് പറഞ്ഞ പഴം കഴിച്ചു, സ്വീകരിച്ചു, വാചകം പറഞ്ഞു കൊടുത്തു. ആദമു മിർ റബ്ബിഹി കലിമാത് ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. എങ്ങനെ തൗബ ചെയ്യണമെന്നുള്ള വാചകം പറഞ്ഞു കൊടുത്തു. അതാ റബ്ബനാ വലംനാ അൻഫുസനാ ഫഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഇത് ചെയ്യാവൂ അമ്പിയാക്കന്മാരും സലഫ് സ്വാലിഹീങ്ങളും പ്രവാചകന്മാരും കാണിച്ച തൗബ. നിങ്ങൾ ആലോചിച്ചൊക്കെ നിങ്ങള് അവസാനത്തെ 10 പറഞ്ഞാൽ എല്ലാം ഒഴിവാക്കിയാണ്ട് പള്ളിക്ക് വരെ വേണ്ടത്. എല്ലാ ഏർപ്പാടും നിർത്തി അതിനെ എത്തിക്കാവ് എന്ന് പറയാം. മനസ്സ് പള്ളിയുമായി ബന്ധപ്പെടുത്താനുള്ളതാണ്. നമ്മളെ സമൂഹം 27 പറഞ്ഞിട്ട് എല്ലാവരും പാടത്ത് കൊണ്ടുപോകാം. എല്ലാരും കൂടി പള്ളിക്ക് കൊണ്ടുവന്ന സമയത്ത് 27-ാം രാവിന്റെ സ്വലാത്ത് വാർഷികം എന്ന പേരിൽ പച്ച മലയാളത്തിൽ അല്ലാഹു അല്ലാത്ത ആളുകളുടെ പേര് വിളിച്ച് ബദരീങ്ങളെ സഹായിക്കണേ, ശുഹദാക്കളെ സഹായിക്കണേ എന്ന് പച്ച മലയാളത്തിൽ പ്രാർത്ഥിക്കുന്ന ആളുകൾ അള്ളാഹു പൊറുക്കോ? സ്വലാത്ത് വാർഷികം വാർഷികം പ്രവാചകൻ നടത്തിയിട്ടുണ്ടോ? ദിക്ർ അൽക്ക നടത്തിയിട്ടുണ്ടോ? 27-ാം രാവിന് പ്രവാചകൻ എവിടെയെങ്കിലും സ്വലാത്തിന്റെ വാർഷികമെന്നോണം ഏതെങ്കിലും മൈതാനിയിൽ സഹാബത്തിനെ വിളിച്ചു ചേർത്തി യാസീനും സ്വലാത്തും പ്രാർത്ഥനയും നടത്തിയോ? എങ്ങോട്ട് നമ്മൾ സമൂഹം കൊണ്ടുപോണത്? ഇസ്ലാമിനെതിരെ, പ്രവാചകനെതിരെ, പ്രവാചകൻ പഠിപ്പിച്ച റിസാലത്തിനെതിരെയാണ്. ഇതെന്താണെന്ന് തിരിച്ചു മനസ്സിലാക്കി ഞാനും എന്റെ കുടുംബവും എന്റെ ബന്ധപ്പെട്ട ആളുകളും അതിലുണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ പരലോകം ധന്യമായി. എന്തിനു നന്നാകണം? എന്തിന് ഞാൻ ഖുറാഫാത്തിൽ നിന്ന് മാറി നിൽക്കണം? എന്തിന് ഞാൻ ശിർക്കിൽ നിന്ന് മാറി നിൽക്കണം? എന്തിന് ഞാൻ വിദ്യാർത്ഥിയിൽ നിന്ന് മാറി നിൽക്കണം? എന്റെ നന്മക്ക. ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ. ഒരാളുടെ പാപഭാരവും ഏറ്റെടുക്കാൻ മറ്റൊരാൾ ഉണ്ടാവൂല.
അണുമണി തൂക്കം നന്മ ചെയ്തു അനുഭവിക്കണം. തിന്മ അണുമണി തൂക്കമായിരുന്നാലും സഹോദരങ്ങളെ അനുഭവിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി കർമ്മങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ ചെയ്യാനുള്ള ഒരു സന്നദ്ധ നമ്മൾ കാണിക്കുക. അങ്ങനെയുള്ള യഥാർത്ഥ വിജയികളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി